കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി ഫലസ്തീൻ ബാഗുമായി വന്നത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ അജണ്ട ഇപ്പോൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായി വ്യക്തമായിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി ഫലസ്തീൻ ബാഗുമായി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഫലസ്തീൻ അധികാരികളെ കണ്ടതായും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ വരുന്ന രാജ്യം ഏതെന്ന് നമുക്കറിയാമോ? അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ മുൻ മന്ത്രിയാണ് പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ മുൻ മന്ത്രിയായിട്ടുള്ള ചൗധരി ഫവാദ് ഹുസൈനാണ് പ്രിയങ്ക ഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നെഹ്റുവിനെ പോലെ ഉയർന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചെറുമകളിൽ നിന്ന് നമുക്ക് വേറെ എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പോരാത്തതിന് പിഗ്മികൾക്കിടയിൽ പ്രിയങ്ക തല ഉയർത്തി തന്നെ നിൽക്കും എന്നും പറയുന്നു. വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. പാകിസ്ഥാൻ പാർലമെന്റിലെ ഒരു അംഗം പോലും ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ മന്ത്രി പറയുന്നത്. കൃത്യമായിട്ടുള്ള മുതലെടുപ്പാണ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ളത് ആ കാര്യത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ ഒരു സംഘർഷം നടക്കുമ്പോൾ അതിനെ മുതലെടുക്കുകയും എന്നാൽ പാകിസ്ഥാൻ പാർലമെന്റിൽ അങ്ങനെ ആരും കാണിക്കുന്നില്ല എന്നുകൂടെ അദ്ദേഹം പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബാഗുമായിട്ട് വന്നത് വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു. അമിത് മാളവി അടക്കം പറഞ്ഞത് രാഹുലിനെക്കാട്ടിലും വലിയ ദുരന്തമാണ് പ്രിയങ്ക ഗാന്ധി എന്നും രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരം മറയ്ക്കാൻ കൊണ്ടുവന്ന പ്രിയങ്ക ഗാന്ധിക്കായി ഒരു നിമിഷം എല്ലാ കോൺഗ്രസ്സുകാർക്കും വേണ്ടി ഞങ്ങൾ മൗനാചരണം നടത്തും എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. സംബിത് പത്ര അടക്കം ഇതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാലത്തും ജയിക്കാത്തത് എന്നും ഉദാഹരണം സഹിതം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ പ്രിയങ്ക ഗാന്ധിക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് മാത്രമല്ല, പാകിസ്ഥാൻ അടക്കം മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ്. ഒരുപക്ഷെ മറ്റ് മന്ത്രിമാരും എം പിമാരും നേതാക്കന്മാരും പറയുന്നതിനെക്കാട്ടിലും രൂക്ഷമായിട്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുമാണ് യോഗി ആദിത്യനാഥിന്റെ മറുപടി എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: കോൺഗ്രസ് നേതാവ് ബാഗ് വഹിക്കുമ്പോൾ, അതായത് കോൺഗ്രസ് നേതാവ് ഫലസ്തീന്റെ ബാഗും കൊണ്ട് പാർലമെന്റിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഉത്തർപ്രദേശ് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ഉത്തർപ്രദേശിലെ യുവാക്കൾ 1.5 ലക്ഷം രൂപയാണ് ശമ്പളം മേടിക്കുന്നത് ഇസ്രായേലിൽ നിന്ന്. ഇസ്രായേലിലേക്ക് ഞങ്ങൾ യുവാക്കളെ, അതായത് ഉത്തർപ്രദേശിലെ യുവാക്കളെ ജോലിക്കായി കയറ്റി അയക്കുന്നു. ആ ഉത്തർപ്രദേശിലെ യുവാക്കൾ ഇസ്രായേലിൽ 1.5 ലക്ഷമാണ് പ്രതിമാസം ശമ്പളമായി വാങ്ങുന്നത് എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. 5000-ത്തിലധികം യുവാക്കളെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത് എന്നും യോഗി ആദിത്യനാഥ് പ്രിയങ്ക ഗാന്ധിക്ക് മറുപടിയായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ, എക്സാക്ട് വാക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഉത്തർപ്രദേശിലെ യുവാക്കളെ ഇസ്രായേലിലേക്ക് അയക്കുന്നതിനിടയിൽ ഒരു കോൺഗ്രസ് നേതാവ് ഫലസ്തീൻ എഴുതിയ ബാഗുമായി പാർലമെന്റിൽ കറങ്ങുകയായിരുന്നു. യു പിയിലെ 5600-ലധികം യുവാക്കൾ ഇതുവരെ നിർമ്മാണ ജോലികൾക്കായി ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട്. ഓരോ ചെറുപ്പക്കാരനും സൗജന്യ താമസം, ഭക്ഷണം എന്നിവയുൾപ്പെടെ അതിനു പുറമെ പ്രതിമാസം 1.5 ലക്ഷം രൂപയുടെ ശമ്പളവും പൂർണ്ണ സംരക്ഷണവും ഇസ്രായേൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് യോഗി ആദിത്യനാഥ് പ്രിയങ്ക ഗാന്ധിക്ക് മറുപടിയായി പറഞ്ഞത്. യോഗിയുടെ ഈ മറുപടി കേട്ട് അമ്പരന്നിരിക്കുകയാണ് കോൺഗ്രസ്. തലങ്ങും വിലങ്ങും പ്രിയങ്ക ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് പിഴയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഹിമാചൽ എന്ന് പറയുന്ന സ്വന്തം സംസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗവും അത് കഴിഞ്ഞ് ഫലസ്തീൻ്റെ ബാഗും, പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് രാജ്നാഥ് സിംഗ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയെ വെറുതെ വലിച്ചഴിച്ച് ഇങ്ങനെ സംസാരിച്ചതിനെ തുടർന്ന് എല്ലാം കൊണ്ടും പ്രിയങ്ക ഗാന്ധി പൂർണ്ണമായും രാജ്യത്ത് പ്രതീക്ഷിച്ച രീതിയിൽ ഉയർന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.